നിന്നാണ്. പ്രിന്റു, ഇതിപ്പോൾ വളരെ ദീർഘമായൊരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. അതിൽ ഇന്ന് അദ്ദേഹം പറയുന്നത് NDA സർക്കാരിനെ കുറിച്ചാണ്, സമവായത്തെക്കുറിച്ചാണ്, ഒരു സഖ്യ സർക്കാരിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഇപ്പോൾ ഉലയാത്ത മുന്നണി എന്ന് പറയുന്നു. ആ NDA എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ട് സമവായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ. ചില ഘട്ടങ്ങളിൽ ഒക്കെ അത് ഏത് ലെവലിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം അതൊരു വലിയ മാറ്റമായി കരുതുന്നുണ്ടോ? ഏറ്റവും വലിയൊരു മാറ്റം, ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു മാറ്റം നരേന്ദ്രമോദിയിൽ എന്ന തരത്തിലേക്ക് അതിനെ കാണാൻ കഴിയുമോ? തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് BJP യെ സംബന്ധിച്ചിടത്തോളം NDA സഖ്യം തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധിക വർഷക്കാലമായിട്ട് യാതൊരു തകർച്ചയും നേരിടാത്ത ഒരു മുന്നണി സംവിധാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NDA മുന്നണിയാണ്. 1900 വാജ്പേയിയുടെ 96 മുതൽ ഇന്ന് 2024 എത്തി നിൽക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് NDA. NDA സംവിധാനത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി മത്സരിച്ചിട്ടുള്ളത്. NDAയുടെ പ്രകടന പത്രികയാണ് ഇറങ്ങിയിട്ടുള്ളത്. സഖ്യകക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ NDA എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഭരണമാണ് നരേന്ദ്രമോദി നടപ്പിലാക്കാൻ പോകുന്നത്. അതിനകത്ത് BJPക്ക് കേവല ഭൂരിപക്ഷമില്ല എന്നുള്ളത് കൊണ്ട് BJP ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയപരമായ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ നിന്നും ഞങ്ങൾ പിറകോട്ട് പോകുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള അർത്ഥവും ആരും കണക്കാക്കേണ്ടതില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ മുന്നണി സംവിധാനത്തെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് അറിയുന്ന നേതൃത്വമാണ് BJPക്കുള്ളത്. കാരണം മുന്നണി സംവിധാനത്തെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം BJPയാണ്. കാരണം മുന്നണി സംവിധാനം ഇപ്പൊ കാശ്മീർ ആയിക്കോട്ടെ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായിക്കോട്ടെ, ഇനി കേരളമായിക്കോട്ടെ, ഇവിടെയെല്ലാം കൃത്യമായി മുന്നണി സംവിധാനങ്ങളെ വിജയിപ്പിച്ച ഒരു ചരിത്രമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഊഷ്മളമായിട്ടുള്ള മുന്നണി സംവിധാന ബന്ധങ്ങളിൽ കൂടെ തന്നെയായിരിക്കും BJPയുടെ പ്രയാണം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും പരിണിതപ്രജ്ഞരായിട്ടുള്ള രണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും നയതന്ത്രജ്ഞരും നയചാതുര്യമുള്ള രണ്ടാളുകൾ തന്നെയാണ് ഞങ്ങളുടെ ഘടകകക്ഷികളിൽ പ്രമുഖർ. ഒന്ന് നിതീഷ് കുമാർ ആയിക്കോട്ടെ, മറ്റൊന്ന് ചന്ദ്രബാബു ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾക്കൊന്നും യാതൊരു സ്കോപ്പും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയ അടിത്തറയുണ്ട്. അതോടൊപ്പം തന്നെ NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയുണ്ട്. അതിനനുസൃതമായിട്ടുള്ള പ്രയാണം തന്നെയായിരിക്കും നരേന്ദ്രമോദിക്ക് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മുന്നണി ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കിക്കൊണ്ട് വിവിധ ഘടകകക്ഷികളെ മുന്നണി ബന്ധത്തെക്കുറിച്ച് താങ്കളും ഇപ്പോൾ എടുത്തെടുത്ത് പറയുകയാണ്. ഇത് നരേന്ദ്രമോദിക്ക് പരിചയമുള്ള ഒന്നാണോ ശ്രീ പ്രിന്റു? അല്ല, നരേന്ദ്രമോദിക്ക് പരിചയമുള്ള മുന്നണി സംവിധാനമായതുകൊണ്ടല്ല ഇപ്പൊ കേരളത്തിലടക്കം ഞങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാനായത്. ഇപ്പൊ കേരളത്തിലെ ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിൽ ഞങ്ങൾ കൂടെ ആദ്യമായിട്ട് വന്ന ഒരു പ്രസ്ഥാനം BDJS ആണ്. ഒരു SNDP പിന്തുണയുള്ള BDJS. ആ BDS-ഉം BJPയും തമ്മിലുള്ള ബന്ധം വന്നതിന് ശേഷമാണ് കേരളത്തിൽ BJPക്ക് അനുകൂലമായ വോട്ട് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള മുന്നണി സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായ കാൽക്കുലേഷൻ കാഴ്ചപ്പാടുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല, BJPയുടെ സംഘടനാ കാര്യദർശിയും കൂടിയായിരുന്നു നരേന്ദ്രമോദി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് അറിയുള്ളൂ. അതിനപ്പുറത്ത് BJPയുടെ സംഘടനാ ചുമതലയുള്ള അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥയിൽ ഈ ബീഹാറിൽ മുഴുവൻ ഈ പ്രതിപക്ഷ കക്ഷികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് സംഘർഷ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള അല്ലെ കൺവീനറായിരുന്ന നരേന്ദ്രമോദി ഉണ്ട്. അതുകൊണ്ട് മുന്നണി സംവിധാനവും അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നരേന്ദ്രമോദിയോട് അങ്ങനെ എല്ലാവരുടെയും എല്ലാ ഇന്ത്യക്കാരുടെയും പ്രധാനമന്ത്രിയാണ് താൻ എന്ന ഉറച്ച ബോധ്യത്തോടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും പല ഘട്ടത്തിലും പോയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രി സംസാരിക്കേണ്ട രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് താങ്കൾക്ക് വ്യക്തിപരമായി പറയാൻ കഴിയുമോ ശ്രീ പ്രിന്റു? താങ്കളുടെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഇതിനകത്ത് ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ തന്നെയല്ലേ നരേന്ദ്രമോദി സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം അഡ്രസ് ചെയ്ത വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ വിരോധം പറഞ്ഞു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ 68 തവണ പ്രസംഗത്തിൽ വിരോധ പ്രസംഗം നടത്തിയെന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് കോൺഗ്രസ് പല കാലഘട്ടങ്ങളിലായി ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന പ്രീണന രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്തത്. ആ അഡ്രസ് ചെയ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ഇലക്ഷനാണ്. ഇലക്ഷനകത്ത് അദ്ദേഹത്തിന് ഞങ്ങളുടെ കോർ വോട്ട് ബാങ്ക് ആയിട്ടുള്ള SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ സംവരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോർ വോട്ട് ബാങ്കിലേക്ക് അല്ലെങ്കിൽ കോർ വോട്ട് ബാങ്കിന്റെ സംവരണത്തെ എടുത്തുകൊണ്ട് ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു പ്രീണനത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന കാര്യത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്തത്. അല്ലാതെ അതൊരു മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു പ്രസംഗമായിട്ട് നമുക്കത് കാണാൻ സാധിക്കില്ല. നിങ്ങൾ അത് കൃത്യമായിട്ട് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ മംഗല്യ സൂത്രം എടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ജനം അത് മുഴുവൻ തള്ളിക്കളഞ്ഞു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത്തരത്തിലേക്കൊരു ജനവിധി വന്നത്. പക്ഷേ താങ്കൾ ഈ പ്രധാനമന്ത്രി ആണ്, ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രി എന്ന തരത്തിലേക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ ചോദ്യം ഉന്നയിക്കുകയായിരുന്നു.